സ്മാരക സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ മഹാജർ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ പടയൊടുങ്ങാത്ത മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നിച്ചുവടുകളുമായി ഇരമ്പി മറിയുന്ന തിരമാലകൾ കടന്ന് ധീരയോദ്ധാക്കളുടെ ചരിത്രഭൂമിയിൽ നിന്നും വിജയത്തിന്റെ അശ്വമേധം തുടങ്ങുവാൻ കടന്നുവരുന്ന ഷിപ്പിംഗ് കണ്ണൂർ ഫാൻസ് ശബ്ദവാദ്യാഘോഷങ്ങൾ അവസാനിപ്പിക്കുക. ഇന്ത്യയുടെയും സൗദിയുടെയും ദേശീയ ഗാനങ്ങൾ पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പ്രവാസി കുടുംബങ്ങളിലേക്ക് സ്നേഹസാന്ത്വന തലോടലേക്കിക്കൊണ്ട് നടത്തിവരുന്ന കുടുംബ സുരക്ഷാ പദ്ധതി ഒരു പ്രവാസികളുടെ മരണത്തോടെ അനാഥമായി പോകുന്ന അനേകായിരം കുടുംബങ്ങളിലേക്ക് സാന്ത്വന തണലേക്കിക്കൊണ്ട് ജില്ലാ KMCC നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ 15-നകം നിങ്ങളുടെ ഏരിയ, പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബ സുരക്ഷാ പദ്ധതി പുതുക്കാനും ഇതുവരെ കുടുംബ സുരക്ഷയിൽ അംഗങ്ങളായി ചേരാത്ത മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളോടും കുടുംബ സുരക്ഷയിൽ അംഗങ്ങളായി ചേരാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത. മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 23, 24 തീയതികളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സിറ്റിയിലുള്ള IKEA സ്റ്റോറിന് പിറകുവശമുള്ള ദ ഒളിമ്പിക് വില്ലേജ് ഗ്രൗണ്ടിൽ ജില്ലയിലെ സൗദിയിലെ പ്രഗത്ഭരായ ടീമുകൾ മാറ്റുവെക്കുന്നു. ആവേശോജ്വലമായ ഫുട്ബോൾ മത്സരങ്ങളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജില്ലാ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജില്ലാതല മത്സരങ്ങളിലെ ഫൈനൽ പോരാട്ടത്തിൽ
പാലക്കാട് ജില്ലാ KMCC-യും അഡ്നോക് ഷിപ്പിംഗ് സ്പോൺസറിൽ കണ്ണൂർ ജില്ലാ KMCC-യും തമ്മിൽ മത്സരിക്കുന്നു. മത്സരത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്ന നല്ലവരായ കായിക പ്രേമികൾക്ക് ജില്ലാ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ സ്നേഹോസ്ഫലമായ സ്വാഗതം. ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുന്ന കളിക്കാരുമായി പരിചയപ്പെടുക. ഇളം പച്ചയും വെള്ളയും നിറത്തിലുള്ള ജേഴ്സിയുമെന്നുകൊണ്ട് പാലക്കാട് ജില്ലാ KMCC. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷാഫി ജേഴ്സി നമ്പർ 12, നിബിൽ ജേഴ്സി നമ്പർ 4, മുഹമ്മദ് ജാവേദ് ജേഴ്സി നമ്പർ 10, മുഹമ്മദ് അനീഷ് ജേഴ്സി നമ്പർ 11, മുഹമ്മദ് ആഷിഖ് ഗോൾ കീപ്പർ ജേഴ്സി നമ്പർ 1, ഫിവാസ് ജേഴ്സി നമ്പർ 6, ഷിബിൻ ഗോൾ കീപ്പർ ജേഴ്സി നമ്പർ 1, ഫഹീം അലി ജേഴ്സി നമ്പർ 7, മുഹമ്മദ് അനസ് ജേഴ്സി നമ്പർ 9, റൺഷിഫ് ജേഴ്സി നമ്പർ 8, മുഹമ്മദ് ഇസ്മായിൽ ജേഴ്സി നമ്പർ 5, അജ്മൽ ജേഴ്സി നമ്പർ 14, മുഹമ്മദ് ഷാനിഷ് ജേഴ്സി നമ്പർ 2, ജേഴ്സി നമ്പർ 13, ഷുഹൈബ് ജേഴ്സി നമ്പർ 16, ടീം മാനേജർ അലി ഇസ്ഹാൻ. മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ജേഴ്സി എന്നുകൊണ്ട് അഡ്നോക് ഷിപ്പിംഗ് കണ്ണൂർ ജില്ലാ KMCC. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ജംഷീദ് ജേഴ്സി നമ്പർ 7, ഹാസിം ജേഴ്സി നമ്പർ 10, അബ്ദുൽ ജേഴ്സി നമ്പർ 13, ഷിജാസ് ജേഴ്സി നമ്പർ 16, മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് റിഷാൻ ജേഴ്സി നമ്പർ 12, കിരൺ പ്രകാശ് ജേഴ്സി നമ്പർ 1, അബ്ദുൾ റഹ്മാൻ കുട്ടി ജേഴ്സി നമ്പർ 6, ഷംന ജേഴ്സി നമ്പർ 15, റൺഷീദ് ജേഴ്സി നമ്പർ 3, മുഹമ്മദ് അനസ് ജേഴ്സി നമ്പർ 2, മുഹമ്മദ് ഷാഫി ജേഴ്സി നമ്പർ 5, ഷുഹൈബ് മുഹമ്മദ് ജേഴ്സി നമ്പർ 8, മുഹമ്മദ് അമീൻ ജേഴ്സി നമ്പർ 11, ഷുഹൈബ് ജേഴ്സി നമ്പർ 4, ടീം മാനേജർ സയ്യിദ് സിറാത്ത് എന്ന പേരുള്ള സയ്യിദ് സിറാജ് എന്ന പേരുള്ള ഒരു കുട്ടിയെ മിസ്സായിട്ടുണ്ട്. ആരുടെയും ശ്രദ്ധയിൽ സ്റ്റേജിന്റെ പുറകുവശത്തിൽ മാറിക്കൊടുക്കും. അത് വലിയൊരു താക്കതൊന്നുമില്ല. മുഴുവൻ ഫുട്ബോൾ പ്രേമികളെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന നവംബർ 7 കാണികൾ സംഘാടകരോട് മാക്സിമം സഹകരിക്കുക. ഇത് നമുക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ടൂർണമെന്റാണ്. ഇതിലെ ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികളെ ഉൾക്കൊള്ളാനുള്ള ഒരു സെവൻസ് ഗ്രൗണ്ട് നമുക്ക് ലഭ്യമല്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പ്രയാസത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. മാക്സിമം സഹകരിച്ചുകൊണ്ട് ഗാലറിയിൽ ഇരിപ്പിടങ്ങൾ ഒഴിച്ചിടാതെ കാലുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ മത്സരങ്ങൾ ആസ്വദിക്കുക. അമീക്കോസ് ജിദ്ദ ദ പവർ ഓഫ് യൂണിറ്റി സംഘടിപ്പിക്കുന്ന അമീക്കോസ് സോക്കർ ഫെസ്റ്റ് 2025 സീസൺ 3 ലീഗ് കോമ്പറ്റീഷൻ അടുത്ത വ്യാഴാഴ്ച ഒക്ടോബർ 16 രാത്രി 10 മണിക്ക് അല്ലയ്യ സമറിലുള്ള റമാബി അൽഖമർ റിസോർട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഇവൻ ഫുട്ബോൾ പ്രേമികളെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതിങ്ങനെ പോകും.
ഉപ്പന്റെ ഫോട്ടോ എടുക്കാനായി എന്താ ചെയ്യുന്നത്? Yo guys, we have lot of fans in Kannur and Palakkad, but Kasaragod lose to Kannur in the semi-final. Let's see the scoreboard of Kannur and Palakkad. ശ്രദ്ധിക്കുക, ഈ അനൗൺസ്മെന്റ് പോയിന്റിന് സമീപത്ത് നിന്ന് ടെക്നിക്കൽ ടീമിന്റെ സമീപത്ത് നിന്ന് നിർബന്ധമായിട്ടും കാണികൾ മാറി സഹകരിക്കണം. നിർബന്ധമായിട്ടും ആളുകൾക്ക് ഇവിടെ കുറേ ഇഷ്ടം. കളിക്കാൻ വിടല്ലോ കളിക്കാൻ വിടല്ലോ. Full fans are there. ये पिടിച്ചോ ഓ